അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ആഫത്തുൽ ലിസാൻ, നാവ് കൊണ്ടുണ്ടാകുന്ന ആഫത്തുകൾ, സംസാരത്തിലുണ്ടാകുന്ന ആഫത്തുകളെക്കുറിച്ച് ഇങ്ങനെ പറയണം. കുറേ ഭാഗങ്ങൾ നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറയുകയുണ്ടായി. അതിൻ്റെ ബാക്കിയാണ് ഇനി പറയാൻ പോണത്. 159 പേജ്. അൽ-ആഫത്തുൽ ഹാദിയത്തെ അഷറ, 11ാമത്തെ ആഫത്ത്. 10 നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത്. നാവ് കൊണ്ടുള്ള സംസാരത്തിൽ നമുക്ക് വന്നേക്കാവുന്ന വലിയ അപകടങ്ങൾ, അതിൽപ്പെട്ട ഒന്നാണ് അസ്സുഖ്രിയത്തു വൽ ഇസ്തിഹ്സാഉ, പരിഹാസം. അത് രണ്ടും അർത്ഥം തന്നെയാണ്. പരിഹസിക്കുക, നമ്മളെ ആളുകളിങ്ങനെ വെറുതെ കോമാളിയാക്കുക, പരിഹസിക്കുക. പിന്നെ നമ്മളിങ്ങനെ തൂണ്ടുക, പാരുക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ മലയാളത്തിൽ പല പ്രയോഗങ്ങളുണ്ട്. ആളുകളെ ഡീമെറിറ്റ് ചെയ്യുക, അതൊരു വലിയ പ്രശ്നമാണ് നാവിൻ്റെ. വഹുവ മുഹറമൻ, അത് ഹറാമാക്കപ്പെട്ട കാര്യമാണ്. ഖാല അല്ലാഹു തആല ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ എന്ന് പറഞ്ഞു. ഒരു ഖൗമും, ഒരു സമൂഹവും മറ്റൊരു സമൂഹത്തെ പരിഹസിക്കരുത്, ഡീമെറിറ്റ് ചെയ്യരുത്. ലാ യസ്ഖർ ഖൗം, അത് പാടില്ല, ആരെയും പരിഹസിക്കാൻ പാടില്ല. വമാനാഹു, ഈ ഹദീസിൻ്റെ മാന അൽ ഇസ്തിഹ്ഖാറു വൽ ഇസ്തിഹാനത്തു വത്തംബീഹു അലൽ ഉയൂബ്. ആളെ ചെറുതായിക്കാണ്, ഇസ്തിഹ്ഖാർ നിസ്സാരമായിക്കാണ്, ഇസ്തിഹാനത്തു അതന്നെ, അവൻ മോശമാണെന്ന് അഭിപ്രായപ്പെടുക. വത്തംബീഹു അലൽ ഉയൂബ്, അയബുകളെ മേലുണർത്തുക. ഒരാളുടെ അയബ്, ഒരാളെ കുറ്റും കുറവും ഇങ്ങനെ പറയാം. ഒരാളെ കുറ്റും കുറവും അദ്ദേഹത്തോട് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരാളെ കുറ്റം തിരുത്തണം, ഒരാളുടെ ഒരു അനപേക്ഷണീയമായ ഒരു നടപടി തിരുത്തണം എന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് പറയാം, അപ്പോഴല്ലേ തിരുത്താൻ കഴിയുള്ളൂ. ആളുകളോട് എന്തിനാണ് ഇത് പറയണത്? അപ്പോൾ അയ്ബുകളുടെ മേൽ ഉണർത്തുക എന്നത് ഒരു തെറ്റാണ്. ഇത് മറ്റുള്ളവരെ ഉണർത്തുക എന്നുള്ളത്, ഓനിൻ്റെ കുഴപ്പമുണ്ട്, ഓ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആളെ പരിഹസിക്കലാണ്. വറുബ്ബമാക്കാൻ ബിൽ മുഹാക്കാത്തി ഫിൽ അഫ്ആലി വൽ അഖ്വാൽ, ഈ അയ്ബുകളെ സൂചിപ്പിക്കുക എന്നുള്ളത് പല കോലത്തിലുണ്ടാവും. വറുബ്ബമാക്കാൻ ബിൽ മുഹാക്കാത്തി, ചിലപ്പോൾ അത് ഹിക്കായത്ത് ചെയ്തുകൊണ്ടാവാം, അതേപോലെ അഭിനയിക്കുക. ഫിൽ അഫ്ആലി വൽ അഖ്വാലി, വാക്കുകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ, അതൊക്കെ പരിഹാസത്തിൻ്റെ ഭാഗമാവും. നമ്മൾ ഒരാളൊരു കാര്യം ചെയ്യും, അതേമാതിരി നമ്മളും ചെയ്യും. അപ്പോൾ ഒരാൾ നടക്കുന്നതിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് നിൽക്കുക, അപ്പോൾ അതേമാതിരി ഇങ്ങനെ നമ്മൾ നടക്കുക. അതെന്തിനാ? ചവനം പരിഹസിക്കാനാണ്. ഇങ്ങനെ പല നിലക്കുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പം അതുപോലെ വാക്കുകൾ, ഒരാൾ പറഞ്ഞ വാക്ക് എന്ത് ചെയ്യുക, അതേപോലെ എടുത്തുദ്ധരിക്കുക. അതേപോലെ എടുത്തുദ്ധരിക്കുക എന്നാൽ ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്നതിൽ എന്തോ ഒരു വിക്കോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവധാനതയോ, അങ്ങനെ പലതും ഉണ്ടാവുക ചില ആളുകൾക്ക്. അപ്പോൾ നമ്മളത് ഉദ്ധരിക്കുമ്പോൾ എന്ത് ചെയ്യുക, അതേപോലെ പറയാം. അവൻ്റെ മുമ്പിൽ നിന്ന് അന്നവനെ പരിഹസിക്കാനാണ്. ഇപ്പോൾ ആളുകളുടെ പ്രവർത്തന രീതി, അവരുടെ സംസാര രീതി, ഇതിലൊക്കെ ചിലർ വളരെ കൃത്യമായിട്ടായിരിക്കും, ചിലർക്ക് എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളുണ്ടാവും. അതല്ലെങ്കിൽ വൈകല്യം എന്ന് പറഞ്ഞുകൂടാ, എന്തെങ്കിലും ഒരു പ്രത്യേക രീതി ഉണ്ടാവും. അത് അതേ ആക്ഷനും അതേ രീതിയും അതേ വൈകല്യവുമൊക്കെ നമ്മൾ അഭിനയിച്ചുകൊണ്ട് പറയുക, അത് പരിഹസിക്കാനാണ്. ഇത് നാവിൻ്റെ അപകടമാണ്. ഈ പരിഹസിക്കുന്നവർക്കുള്ള വലിയൊരു പ്രശ്നം നോക്കുക. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുസ്തഹ്സിഈന ബിന്നാസ്, ജനങ്ങളെ പരിഹസിക്കുന്ന, അതൊരു വലിയ ഹദീസാണ്. ആളുകളെ പരിഹസിക്കുന്നവർ, അവരെ അല്ലാഹു തആല പരിഹസിക്കുന്ന ഒരു രീതി ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ വെച്ചുകൊണ്ട് നമ്മുടെ ചോദ്യവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വലിയൊരു പരിഹാസത്തിൻ്റെ ഒരു ഘട്ടം വരുന്നുണ്ട്. അവർക്ക് യുഫ്തഹു ലി അഹദിഹിം, അവരിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടി തുറക്കപ്പെടും ബാബും മിനൽ ജന്ന, സ്വർഗത്തിൻ്റെ ഒരു വാതിൽ തുറക്കപ്പെടും. ആളുകളെ ദുന്യാവിൽ പരിഹസിച്ച് നടക്കുന്നയാളാണ്, അവന് വേണ്ടി സ്വർഗത്തിൻ്റെ ഒരു വാതിൽ തുറന്നിട്ട് വരാൻ വേണ്ടി പറയും. ഫയഖാലു, അവനോട് പറയപ്പെടും ഹലുമ്മ ഹലുമ്മ, വരൂ വരൂ എന്ന് പറയും, വരി 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 എന്ന് പറയും, സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിട്ട്. അങ്ങനെ ഫയജീഉ, അവൻ സ്വർഗത്തിലേക്ക് ചെല്ലും. ബിഖുർബിഹി വഗമ്മിഹി, അവൻ്റെ ടെൻഷനോടും പ്രയാസത്തോടും കൂടെ. കാരണം മഹ്ശറയിൽ വെച്ച് അവന് സ്വർഗത്തിൽ കടക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അവൻ്റെ ഹിസാബും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലേ. അപ്പോൾ ആ സമയത്ത് സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാണ് എന്നത് അവനറിയാം. അതുകൊണ്ടാണ് വലിയ പ്രയാസവും കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് സ്വർഗത്തിൻ്റെ വാതിലിങ്ങനെ തുറന്നിച്ചിട്ട് ഓനങ്ങനെ വിളിക്കണം, ഇങ്ങോട്ട് പോകാം.
അപ്പോൾ അതിനൊരു ഡൗട്ടുണ്ടാവും, എനിക്കിപ്പോൾ സുഖത്ത് കയറാൻ പറ്റിയ ആളല്ലല്ലോ, എന്നാലും ആ പ്രയാസമൊക്കെ സഹിച്ചുകൊണ്ടോ അങ്ങനെ ചെല്ലും. അങ്ങനെ ഫൈദാജ ഓനവിടെ എത്തിക്കഴിഞ്ഞാൽ ഉഗലിഖ ദൂനഹു അവൻ്റെ മുമ്പിൽ ആ വാതിലിനെ അടക്കപ്പെടും. ഓനെ വിളിച്ചിട്ട് ഇങ്ങനെ വന്ന് വാതിലിൻ്റെ അടുത്തെത്തുമ്പോൾ വാതിലൊറ്റ അടക്കല. സുമ്മ ഇഫ്തഹുലഹു ബാബുൻ ആഖർ, പിന്നെ വേറൊരു വാതിൽ തുറക്കും. അടുത്ത വാതിൽ തുറന്നിട്ട് അങ്ങോട്ട് മാറി ഫയഖാലു ഹലുമ്മ. അപ്പോൾ ഓൻ ഈ പ്രയാസമൊക്കെ ആയിട്ട് ആ വാതിലിൻ്റെ അടുത്ത് കഴിയുന്നത് ഫയജി ഉബി ഖുർബിഹി വഅമ്മിഹി ഫൈദാത്തഹു ഉഗലിഖ ദൂനഹു, അവിടെത്തുമ്പോൾ ആ വാതിലും അടക്കും. ഇങ്ങനെ ഫമായ ജാലു കദാലിക്ക അവൻ ഇങ്ങനെ ആയിക്കൊണ്ടായിരിക്കും. ഹത്താ ഇന്ന റജുല ലയുഫ്തഹുൽ ബാബു, ഓന് വേണ്ടി ഒരു വാതിൽ തുറക്കപ്പെടും. ഫയഖാലു ഹലുമ്മ ഹലുമ്മ എന്ന് പറയും. ഫമായ യതീഹി, അവസാനം പിന്നെ ഓൻ ചെല്ലാതാവും, ഈ കോലത്തിലാവും. ആൾ പരിഹസിക്കലല്ലേ പണി. അപ്പോൾ ഓനെ പരിഹസിക്കുകയാണ് ഇവിടെ യഥാർത്ഥം നടക്കുന്നത്. അപ്പോൾ ഓനെ ഓരോ വാതിൽക്കെന്ന് ഇങ്ങനെ വിളിക്കുക, ഓനങ്ങനെ ചെല്ലുക, ഇടങ്ങാറായി അവിടെ ചെല്ലുമ്പോൾ കാണാൻ വാതിലോട്ട് അടക്കണം. പിന്നെ കാണാൻ അപ്പുറത്തൊരു വാതിൽ നിന്ന് വിളിക്കണം, ഇങ്ങോട്ട് വാ. അപ്പോൾ ഓൻ അങ്ങോട്ട് ചെല്ലും, അവിടെ എത്തുമ്പോൾ വീണ്ടും അടക്കും. അങ്ങനെ നടന്ന് ഒടുവിൽ പിന്നെ ഓന് വിളിച്ചാൽ പോകാതാവും. അങ്ങനെ ഉണ്ടാവുമല്ലോ, പലതവണ ആവർത്തിച്ചതിന് ശേഷം പിന്നെ അവനൊരു വാതിൽക്കെന്ന് വിളിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലാതാവുവാൻ ആ നിലക്ക് അവനെ നടത്തിക്കും. ഇത് വലിയൊരു പരിഹാസമാണ്. അപ്പോൾ ചിരിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. ദുന്യാവുന്ന കുറേ ആൾക്കാരെ പരിഹസിച്ചവൻ ചിരിക്കാൻ ആളുണ്ടായിരുന്നു, അവന് സമയം ഉണ്ടായിരുന്നതിനൊക്കെ. ഈ അവസ്ഥ അവന് പകരം വീട്ടപ്പെടുന്നൊരു സന്ദർഭം മഹ്ശറയിൽ വരുന്നുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ആളുകളെ പരിഹസിക്കേണ്ട, ആരെയും ഡീമറിറ്റ് ചെയ്യേണ്ട. ഒക്കെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണ്. നോക്കൂ, ഖാല മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അയ്യറ അഖാഹു ബിദംബിൻ ഖദ് താബ മിൻഹു ലം യമുത് ഹത്താ യഅമലഹു. ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ട ഒരു ഹദീസാണിത്. മൻ അയ്യറ അഖാഹു, തൻ്റെ സഹോദരനെ ഒരാൾ മോശമാക്കിയാൽ, കുറ്റം പറഞ്ഞാൽ, ആക്ഷേപിച്ചാൽ, ബിദംബിൻ ഖദ് താബ മിൻഹു, ബിദംബിൻ ഒരു ദോഷം കാരണം. എങ്ങനത്തെ ദോഷം? ഖദ് താബ മിൻഹു, അയാളതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ഒരാളൊരു തെറ്റ് ചെയ്തു, തെറ്റ് പാരും ചെയ്യും. അതിൽ നിന്ന് മടങ്ങി, അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങി, അത് തിരുത്തി, പിന്നെ ആ പേരും പറഞ്ഞ് അയാളങ്ങനെ കുറ്റം പറയാം. ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും നമുക്ക്. അതായത് നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്, ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അത് നന്നായാൽ പിന്നെ ഇജ്ജ് മുമ്പ് ചെയ്ത ആളല്ലേ, അഞ്ചൊക്കെ ആരാന്ന് നമുക്കറിയാലോ. എന്തിനാണ് അയാളൊരു തെറ്റ് ചെയ്ത് അയാൾ തിരുത്തിയാൽ പിന്നെ അയാളത് വീണ്ടും പറഞ്ഞ് കുറ്റം പറയില്ല? അപ്പോൾ ഒരു മനുഷ്യനെ നന്നാക്കാൻ പറ്റൂലേ? അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ അത്തരം ആളുകളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പം ഒരാൾക്ക് എന്താ തോന്നുക? തെറ്റ് ചെയ്ത ഒരാൾക്ക് തിരുത്താൻ തോന്നില്ല. കാരണം എന്തുകൊണ്ട്? തിരുത്തിയാൽ വീണ്ടും ഇവരെ പരിഹാസം കേൾക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ തിരുത്തൂല. ഇതൊക്കെ നമ്മുടെ മതപ്രബോധന രംഗത്ത് നമ്മുടെ നാവ് കൊണ്ടുണ്ടാകുന്ന കുറേ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്. ഒരു മനുഷ്യനെ തിരുത്താനുള്ള അവസരം വേണം. തിരുത്തിയാൽ പിന്നെ ആ പേരും പറഞ്ഞ് കുറ്റം പറയരുത്. റസൂലുള്ളാഹി പറയാണ്, ഒരാൾ മടങ്ങിയ തിരുത്തിയ ഒരു തെറ്റിനെ വീണ്ടും പറഞ്ഞ് കുറ്റം പറഞ്ഞാൽ ലം യമുത് ഹത്താ യഅമലുഹു, ഈ ആക്ഷേപിച്ചയാൾ മരിക്കുകയില്ല ആ തെറ്റ് ചെയ്യുന്നത് വരെ. അയാൾ എന്ത് തെറ്റിൻ്റെ പേരിലാണ് ഒരാൾ ആക്ഷേപിക്കുന്നത്, ആ തെറ്റ് ഇവൻ ചെയ്യേണ്ടി വരും ജീവിതത്തിൽ. അങ്ങനെ ഒരു ദുർഗതി അവന് വരുമെന്ന കാര്യം ഉറപ്പാണ്. ഇത് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ആളുകളെ കുറ്റം പറയാൻ, നമുക്കിങ്ങനെ കുറ്റം പറയാനൊരു വകുപ്പാണ്. അയാളൊരു തെറ്റ് തിരുത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും പറയല, ഇജ്ജ് മുമ്പ് ഇങ്ങനെ ചെയ്തിന ആളാണ്. പിന്നെ അത്തായിബ് മിന ദംബി കമല്ലാ ദംബലഹു എന്നൊരു ഹദീസ് കാണാം. തെറ്റിൽ നിന്ന് മടങ്ങിയവൻ, തൗബ ചെയ്തവൻ, അവൻ തെറ്റില്ലാത്തവനെ പോലെയാണ്, തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. അപ്പോൾ ഒരു തെറ്റിൽ നിന്ന് മടങ്ങുക, തെറ്റിൽ നിന്ന് തൗബ ചെയ്യുക, തിരുത്തുക എന്ന് പറയുന്നത് അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ആ ഗുണത്തിന് പോലും നമ്മൾ സമ്മതിക്കാതായാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമല്ലേ? മൻ അയ്യറ അഖാഹു ബിദംബിൻ ഖദ് താബ മിൻഹു ലം യമത് ഹത്താ യഅമലുഹു, അത് ചെയ്യുന്നത് വരെ അവൻ മരിക്കില്ല എന്ന്. ഇനി അടുത്ത ആഫത്ത് പറയാം. അൽ-ആഫത്തു സാനിയത അശറ, 12ാമത്തത് ഇഫ്ശാഉ സിർ, രഹസ്യം വെളിവാക്കുക. അതാണ് മറ്റൊന്ന്. ആളുകളുടെ രഹസ്യം എങ്ങനെ പറയാം? നമ്മൾ വല്ല രഹസ്യം ഒരാളെപ്പറ്റി അറിയെങ്കിൽ അത് പറയാഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ വേറൊരാളെ കാണുമ്പോൾ ഞാൻ ഒരു സ്വകാര്യം പറഞ്ഞാൽ ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പറയാം. അങ്ങനെ പലരോടും പറയും. എന്തിനാ പിന്നെ ആരോട് പറയണത്? ഞാൻ ആരോടും പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ അയാളും അതേപോലെ വേറൊരുത്തരോട് പറയും. പിന്നെ എന്നോട് സ്വകാര്യം പറഞ്ഞാൽ ആരോടും പറയണ്ടെന്ന് പറഞ്ഞാണ്, ഞാൻ എന്നോട് പറയാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയാം. എത്ര വലിയ ദുരന്തങ്ങളാണ് ഇതൊക്കെ എന്ന് ആലോചിക്കണം. രഹസ്യം ഒരിക്കലും പറയാനുള്ളതല്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ രഹസ്യം അറിഞ്ഞാൽ അത് മറച്ചു വെക്കുക വേണ്ടത്. ഇഫ്ശാഉ സിർ വഹുവ മൻഹിയുൻ അൻഹു, അത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. കാരണം അതിൽ ലിമാ ഫീഹി മിനൽ ഈദായി വത്തഹാവുനി ബിഹഖിൽ അസ്തിഖാ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ആളുകളെ പ്രയാസപ്പെടുത്തലുണ്ട്,
വത്തഹാബിന് ബിഹക്കിൽ അസ്തിഖാ, സുഹൃത്തുക്കളോടുള്ള ബാധ്യതയെ ശ്രദ്ധിക്കാതിരിക്കലുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഒരു സുഹൃത്തിനെ കുറിച്ച് നമുക്കൊരു തെറ്റ് അറിഞ്ഞാൽ അത് അയാളോട് ഉണർത്തുക എന്നുള്ളതല്ലാതെ, ഒരു രഹസ്യം അറിയുമെങ്കിൽ അതൊരു തെറ്റാണെങ്കിൽ അദ്ദേഹത്തോട് പറയാൻ പറ്റിയതാണെങ്കിൽ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. എന്താ പോകുന്നത് മിണ്ടാതിരുന്നാൽ? മൻ സത്തറാൻ മുസ്ലിമിൻ സത്തറല്ലാഹു അൻഹു യൗമൽ ഖിയാമ ഹദീസ് കാണാം. ഒരു മുസ്ലിമിൻ്റെ ഒരു തെറ്റ് നമ്മൾ മറച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹ് മറച്ചു വെക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ രഹസ്യങ്ങളും സ്വകാര്യതകളും ഉണ്ടാവും ആളുകൾ അറിയാൻ പറ്റാത്ത. ഇതൊക്കെ ആളുകൾക്കിടെ പബ്ലിക്കായുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിക്കണ്ടേ? ഇതിന് നമുക്ക് സത്തർ വേണം. സത്താറുൽ അയൂബ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം. നമ്മൾ ആലോചിക്കണം. സത്താർ എന്നൊരു പേരുണ്ട് അള്ളാഹ്ക്ക്. അസ്മാഉൽ ഹുസ്നയുടെ കൂട്ടത്തിൽ സത്താർ കാണാം, മറച്ചു വെക്കുന്നവൻ. അള്ളാഹിൻ്റെ വലിയൊരു വസ്ഫാണിത്. ഈ വസ്ഫാണ് നമുക്ക് വേണ്ടത്. മറച്ചു വെക്കുക, സ്വകാര്യതകൾ മറച്ചു വെക്കുക. നമ്മുടെ പരിസരങ്ങൾ വളരെ മോശമായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഇവിടെയൊക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട അമൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇഫ്ഷാവ് സിർ നാവിൻ്റെ വലിയൊരു ആഫത്താണ്. നാവ് കൊണ്ടാണ് വലിയൊരു ദുർഗതിയാണ്. രഹസ്യങ്ങൾ മറച്ചു വെക്കണം. അങ്ങനെ മറച്ചു വെക്കുന്നവൻ്റെ രഹസ്യങ്ങൾ അള്ളാഹു മറച്ചു വെക്കുമെന്ന് ഹദീസ് വന്നിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഹദീസു ബൈനക്കും അമാന. നോക്കൂ, സംസാരം നിങ്ങൾക്കിടയിൽ അമാനത്താണ്. അമാനത്ത് പല സംഗതികളും അമാനത്താണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ എന്ന് ഖുർആൻ പറഞ്ഞു. അമാനത്ത് സംരക്ഷിക്കപ്പെടാനുള്ളതാണ്. സംസാരം അമാനത്താണ്. നോക്കൂ, നമ്മൾ തമ്മിൽ സ്വകാര്യമായി നമ്മളെന്തൊക്കെ സംസാരിക്കും ആളുകളോട്. ഇങ്ങനെ സ്വകാര്യതയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പോയി പറയാം. ഇങ്ങോട്ടത് ഫസാദ് ഉണ്ടാക്കുക, ഫിത്ന ഉണ്ടാക്കുക, ഇതൊക്കെ ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽ ഹദീസു ബൈനക്കും അമാന. നിങ്ങൾക്കിടയിലുള്ള സംസാരം അമാനത്താണ്. നാം തമ്മിൽ സംസാരിക്കുന്ന സംസാരങ്ങൾ അമാനത്താണ്. അത് മറ്റൊരുത്തരോട് പറയാൻ പാടില്ല. പറയാൻ പറ്റാത്തതാണെങ്കിൽ പറയാൻ പാടില്ല. പേഴ്സണൽ പറയുന്ന കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ അതിനെ കാണണം. അൽ ഹദീസു ബൈനക്കും അമാന. അൽ ആഫത്ത് സാലിസത്ത് അഷ്റ, 12ാമത്തെ ആഫത്ത് അല്ല 13ാമത്തെ ആഫത്ത്, അൽ വഅദുൽ കാദിബ്, തെറ്റായ വാഗ്ദാനങ്ങൾ, കളവായ വാഗ്ദാനങ്ങൾ. നമുക്കിന്ന് പലപ്പോഴും കരാർ ചെയ്യുക, വാഗ്ദാനം ചെയ്യുക എന്നുള്ളത് ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. ചെയ്യാൻ കഴിയൂല എന്ന് ഉറപ്പുള്ള കാര്യമാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? വാഗ്ദാനം ചെയ്യും. കാരണം അതൊരു വാക്കല്ല എന്നാണ് പറയാം. അത് കേവലം ഒരു വാക്കല്ല. കരാർ ചെയ്ത് ലംഘിക്കുക എന്ന് പറയുന്നത് മുനാഫിഖിൻ്റെ അടയാളമാണ്, മുനാഫിഖിൻ്റെ ലക്ഷണമാണ്. ഇവിടെ അൽ വഅദുൽ കാദിബായ വഅദ്, വദാലിക മൻഹിയുൻ അൻഹു, വിരോധിക്കപ്പെട്ടതാണ്. അത് വദാലിക മിൻ അമാറാത്തിൻ നിഫാഖ്, അത് നിഫാഖിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഈ ആയത്തുൽ മുനാഫിഖ് സലാസുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിൽ ഇദാ വഅദ അഖലഫ എന്ന് കാണാം. വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക എന്ന് പറയുന്നത്. അപ്പം ഇന്ന് അതൊരു പ്രയാസമില്ലാത്ത കാര്യം മാറിയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെക്കല, എന്തും നമ്മൾ പറയും. ആരെങ്കിലുമൊക്കെ എന്ത് ചോദിച്ചാലും ഓക്കെ റെഡി, അങ്ങനെ പറയാം. എന്നോട് കഴിയില്ല അല്ലെങ്കിൽ എനിക്കത് പ്രയാസമാണ് എന്ന് ആരും പറയില്ല. ഒക്കെ റെഡി എന്നാണ് പറയാം. ഇങ്ങോട്ട് ചെയ്യൂല ഒന്നും. ഇങ്ങോട്ട് മറ്റുള്ളവരോ ഒരു നിഷ്കളങ്കനായ വ്യക്തിയോടാണ് നമ്മളിങ്ങനെ ഓക്കെ റെഡി എന്ന് പറഞ്ഞാൽ അയാൾ പ്രതീക്ഷിച്ചിരിക്കുക, എന്നിട്ട് അയാൾ വഞ്ചിക്കപ്പെടുക. ഇതൊക്കെ സ്വാഭാവികമായി സർവ്വസാധാരണമായിട്ട് നമുക്കിടെ നടക്കുന്ന കാര്യങ്ങളായി മാറി. ഇപ്പോൾ വലിയ വലിയ വയലിൻ്റെ സദസ്സുകൾ, അവിടെ വെച്ച് വലിയ പിരിവ് നടക്കും. അപ്പോൾ ആളുകൾ ഓരോന്നായിട്ട് ഏൽക്കുക, അല്ലെങ്കിൽ ഓരോന്ന് ലേലം ചെയ്തെടുക്കുക. ഞാൻ ഇന്ന് ഇത്ര തരാമെന്നായിട്ട് പറയാം. അപ്പോൾ ആൾക്കാരുടെ നിന്ന് വലിയ പേരിട്ടാൻ വേണ്ടി പറയണം, പിന്നെ ഇത് തരൂല. ഓൻ്റെ പിന്നാലെ എത്ര തവണ ഫോൺ ചെയ്ത് ഓൻ്റെ വീട്ടിലേക്ക് വണ്ടി എടുത്ത് പോയാലും തരൂല. കാരണം അത് പറച്ചിൽ മാത്രമാണ്. ഇങ്ങനെ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകുക. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ്, കരാറുകളെ നിങ്ങൾ നടപ്പാക്കണം, പൂർത്തിയാക്കണം. വാഗ്ദാനങ്ങളെ നിങ്ങൾ മുന്നോട്ട് പോകണം, നിങ്ങളത് പൂർത്തിയാക്കണം. ഖുർആൻ പറഞ്ഞു, നബിതങ്ങൾ പറഞ്ഞു, അൽ ഇദത്തു അത്തിയത്തുൻ, വാഗ്ദാനം എന്ന് പറഞ്ഞാൽ അതും ഒരു കൊടുക്കലാണ്. വാഗ്ദാനങ്ങളും ഒരു കൊടുക്കലാണ്. ആ വാഗ്ദാനം നടത്തിയ പിന്നെ ആ കൊടുക്കൽ പൂർത്തിയാക്കണം. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇത്തരം സ്വഭാവങ്ങളല്ല ഒരു മനുഷ്യനിൽ നിന്നുണ്ടാവേണ്ടത്. അപ്പോൾ പൊതുവെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. സുഹൃയത്ത്, പരിഹാസം, മറ്റൊന്ന് രഹസ്യം വെളിവാക്കൽ, വേറൊന്ന് തെറ്റായ കളവായ വാഗ്ദാനങ്ങൾ. നേരത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലില്ലായിരുന്നു, അല്ല ഓൺലൈനല്ല, നമ്മുടെ ലൈവ് ക്ലാസ്സിലില്ലായിരുന്നു. അവിടെ പറയപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒറ്റയടിക്കൊന്ന് സൂചിപ്പിക്കാം, അതിൽ പങ്കെടുക്കാത്തവർക്ക് വേണ്ടി ഒറ്റ വാക്കിൽ. നമ്മളവിടെ പറഞ്ഞത് ഒന്ന് തർക്കവും കാര്യങ്ങളും ആയിരുന്നു. ആശയത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങളാവാം, അല്ലെങ്കിൽ സംസാരത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങളാവാം ഇത്തരം തർക്കങ്ങൾ. മറ്റൊന്ന്
വേറെ തർക്കം, നമ്മുടെ ഈ ഹക്കുമായിട്ട് ബന്ധപ്പെട്ട കേസ് കൂട്ടുകളൊക്കെ ഉണ്ടല്ലോ. ഒരു വിഷയത്തിൽ നമ്മുടെ സാധനം എടുത്തു ആ വിഷയം തർക്കിക്കുക, ഹക്കുണ്ടെങ്കിൽ പറ്റും, പക്ഷേ അതിനൊക്കെ പരിമിതികളും കാര്യങ്ങളും ഉണ്ട്. അത്തരം സംസാരങ്ങളൊക്കെ നാവ് വഴിവിട്ടു പോകുന്നതാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മറ്റൊന്ന് സംസാരത്തിൽ ഭംഗി കൂട്ടുക, കട്ടി കൂട്ടുക. സംസാരം അങ്ങനെ നല്ല മനോഹരമായ സംസാരമാകാൻ വേണ്ടിയിട്ട് കുറേ ഉപമകളും കാര്യങ്ങളൊക്കെ എടുത്ത് നന്നാക്കുക. ചിലപ്പോൾ അങ്ങനെ ഭയങ്കര ഗൗരവമുള്ള സംസാരത്തിലേക്കാക്കിയിട്ട് സംസാരത്തെ ഗൗരവപ്പെടുത്തുക. തശദ്ദുഖു ഫിൽ കലാം എന്നർത്ഥം. മറ്റൊന്ന് ചീത്ത പറയലും തെമ്മാടുത്തം പറയലും ഒക്കെയാണ്. സബ്ബു വൽ ഫഹ്ഷു ബിദാത്തുൽ ലിസാൻ. എട്ടാമത്തത് പറഞ്ഞത് ശാപത്തെക്കുറിച്ചാണ്. ജീവികളെയോ നിർജീവികളെയോ മറ്റു വസ്തുക്കളെയോ ഒക്കെ ശപിക്കുക. എല്ലാം നിനക്കൊരു ഗുണവും പിടിക്കാതിരിക്കട്ടെ, പണ്ടാറടങ്ങട്ടെ എന്നൊക്കെ പറയുക. ഇത്തരം ശാപവാക്കുകൾ ഉന്നയിക്കുക. മറ്റൊന്ന് പറഞ്ഞിരുന്നത് മ്യൂസിക്കും പാട്ട് പോലുള്ള വിഷയങ്ങളായിരുന്നു. അത് വിശാലമായിട്ട് അതിൻ്റെ ബാബു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. മറ്റൊന്ന് തമാശ പറയലായിരുന്നു. തമാശ സത്യമായ തമാശയാണെങ്കിൽ ഇതിന് വിരോധമില്ല. തമാശയിൽ പലപ്പോഴും കളവ് വരും. അപ്പോൾ അങ്ങനെ കളവുള്ള തമാശകൾ വരാതിരിക്കുക, സത്യമായ തമാശകൾ മാത്രം പറയുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അന്ന് ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. വിശാലമായിട്ട് ആ കിതാബ് നിങ്ങൾ ഒരു നോട്ടം നോക്കുക. അങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ, ക്ലാസ്സിൽ കുറേ ആളുകൾ പങ്കെടുക്കാത്തവരാണ്, അവരാ ഭാഗം നോക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നതേ ഉണ്ടാവുള്ളൂ. ഇനി ഏതെങ്കിലുമൊക്കെ മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലോ അത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് അത് പരിഹരിക്കണം. ഒരിക്കലും അത് പോയല്ലോ ഇനി നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന നിലക്ക് മുന്നോട്ട് പോകരുത്. നിങ്ങളത് നോക്കുക. മനസ്സിലാവാത്ത നിങ്ങൾ ചോദിക്കാം. മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരും ചെയ്യും. അങ്ങനെ വിഷയങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. തൽക്കാലം ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.